شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ ഒരു നോമ്പ് കൂടി പൂർത്തിയാക്കാൻ, ഒരു രാത്രിയിൽ കൂടി തറാവീഹ് നമസ്കരിക്കുവാൻ ഈമാനും ആഫിയത്തും നൽകിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒരു ദിവസം പടച്ച റബ്ബിനു വേണ്ടി നോമ്പെടുത്താൽ നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴിദൂരം അവൻ്റെ മുഖം അകറ്റാൻ മാത്രം പ്രതിഫലമുള്ളതാണ് എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്, ആ നോമ്പുകാരാകാൻ അള്ളാഹു നമ്മയും പരിഗണിക്കുമാറാകട്ടെ. രാത്രി നമസ്കാരം നിർവഹിച്ചാൽ ഉഫിറ ലഹു, അവന് അള്ളാഹു പുറത്തു കൊടുക്കും. എത്ര കാലത്തത്? മാ തഖദ്ദമ മിൻ ദംബിഹി, മാ തഖദ്ദമ മിൻ ദംബിഹി. 1 കൊല്ലത്തത് എന്നോ 5 കൊല്ലത്തത് എന്നോ നല്ല പറഞ്ഞു. അവൻ എന്തൊക്കെ മുമ്പ് ചെയ്തു പോയിട്ടുണ്ടോ ആ ചെയ്തു പോയതെല്ലാം പുറത്തു കൊടുക്കാൻ മാത്രം, മാപ്പ് നൽകാൻ മാത്രം കരുത്തുള്ളതാണ് രാത്രി നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നമസ്കാരത്തെ അള്ളാഹു ആ നിലക്കാക്കി തെരുമാറാകട്ടെ. സാധാരണഗതിയിൽ നോമ്പിൻ്റെ തുടക്കത്തിൽ ആവേശമുണ്ടാവുകയും ദിവസം കഴിയുന്തോറും ആവേശം ചോർന്നു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. താബിഈ പണ്ഡിതനായ യസീദുർ റഖാശി, അദ്ദേഹം നന്മകളുടെ സന്ദർഭങ്ങളും ആരാധനകളുടെയും ഇബാദത്തുകളുടെയും പുണ്യങ്ങളുടെയും ഒക്കെ അവസരം മുമ്പിൽ വരുമ്പോൾ അതിനോട് അലസതയും മടിയും തോന്നുന്ന തൻ്റെ മനസ്സിനെ മുൻനിർത്തി അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. യാ യസീദ്, വൈഹക യാ യസീദ്, യസീദെ എന്താ നിന്റെ അവസ്ഥ? കഷ്ടമാണ്. നന്മകൾ വാരിക്കൂട്ടാനുള്ള സന്ദർഭം മുമ്പിൽ വന്നിട്ട് അലസതയും മടിയും പിടികൂടി പിന്നോക്കം പോകുന്ന സാഹചര്യമാണോ നിനക്കുള്ളത്? മൻ ദാ യുസല്ലി അൻക ബഅദൽ മൗത്ത്, കാത്തിരിക്കുന്ന മരണം നിന്നെ തേടി വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി നമസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? വമൻ ദാ യസൂമു അൻക ബഅദൽ മൗത്ത്, നീ മരിച്ച് വിട പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു നോമ്പെടുക്കാൻ പകരം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ടാണോ ഈ അലസതയും മടിയും? വമൻ ദാ യതറല്ലാ റബ്ബക ബഅദൽ മൗത്ത്, ആരാധനകൾ നിർവഹിച്ച്, സൽക്കർമ്മങ്ങൾ നിർവഹിച്ച്, പ്രാർത്ഥനകൾ കൊണ്ട് ആവശ്യങ്ങളും സങ്കടങ്ങളും പരിഹരിക്കുവാൻ അള്ളാഹു ഒരുക്കി വെച്ചൊരവസരം വന്നിട്ട് ആ അവസരത്തെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാതെ പിന്നോക്കം പോകുന്ന നീ ആലോചിച്ചിട്ടുണ്ടോ? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ആരുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, സലഫുസ്വാലിഹീങ്ങളുടെ റമദാൻ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ മുൻഗാമികളുടെ, സ്വഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ വിശുദ്ധ റമദാനിൻ്റെ ചര്യകൾ നമ്മൾ പഠിക്കുമ്പോൾ അടിവരയിട്ട് അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയൊരു വചനം, കാനൂ യഅ്തബിറൂന റമദാൻ,
നമ്മുടെ മുൻഗാമികൾ വിശുദ്ധ റമദാനിനെ എങ്ങനെയായിരുന്നു കണ്ടത് എന്ന് നിങ്ങൾക്കറിയുമോ? മദ്രസത്തുൽ ഖുർആൻ. വിശുദ്ധ റമദാനിനെ അവർ കണ്ടത് വിശുദ്ധ ഖുർആനിന്റെ പാഠശാലയായിട്ടായിരുന്നു. 6 ദിവസം പിന്നിടുമ്പോൾ വിശുദ്ധ റമദാനിന്റെ വിശുദ്ധ ദിനങ്ങൾ 6 ദിവസം പിന്നിട്ട് അടുത്തൊരു ദിവസത്തിലേക്ക് കാത്തിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി എന്ന് തീർന്നില്ല. ഖുർആനിന്റെ ഏത് നിലക്കുള്ള പാഠശാലയാണ് തിലാവത്തൻ? വിശുദ്ധ റമദാൻ ഖുർആൻ പാരായണം ചെയ്യാൻ. പാരായണത്തിന് പുണ്യമുണ്ട്. ഓരോ അക്ഷരം കണക്കെ പുണ്യമുണ്ട്. ഓരോ അക്ഷരത്തിനും ഒരു പുണ്യമല്ല, ഒരുപാട് പുണ്യമുണ്ട്. തീർന്നില്ല. വഹിഫുൽ എന്ന പാരായണം മാത്രമല്ല, റമദാനിൽ നടക്കേണ്ടത് പാരായണം മാത്രമല്ല, വഹിഫുലൻ. വിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള നമ്മുടെ അളവിന്റെ ഗ്രാഫ് വർദ്ധിക്കുവാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്നു സഹാബത്തും മുൻഗാമികളുമെന്ന്. റമദാനിലെ മുൻഗാമികളുടെ നോമ്പ് നമ്മളിങ്ങനെ പഠിക്കുമോ? നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആ നിലക്ക് കണ്ടിട്ടുണ്ടോ? വിശുദ്ധ റമദാൻ ആകുമ്പോൾ, ഒരു റമദാൻ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എത്ര റമദാൻ കഴിഞ്ഞു, ആ റമദാനിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് എനിക്കറിയാത്ത ചില പാഠങ്ങൾ പഠിക്കുവാനും ഹിഫ്ളാക്കുവാനും ഞാൻ പരിശ്രമിച്ചു എന്ന് വിശുദ്ധ റമദാനിനെ സാക്ഷി നിർത്തി പറയാൻ നമുക്ക് കഴിയുമോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കേണ്ട സമയമാണ്. സമയം കണ്ടെത്തേണ്ട സന്ദർഭമാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിന്റെ ഒന്നും മനപ്പാടമില്ലാത്തൊരു മനസ്സിന് നിങ്ങൾക്ക് ഉപമിക്കാൻ കഴിയുന്നത് കൽബൈത്തിൽ ഖരീബ്, പൊളിഞ്ഞു വീഴാറായ വീട് പോലെയാണ്. എത്ര പണം മുടക്കിയിട്ടുണ്ടെങ്കിലും വീഴാറായിട്ടുണ്ട് എന്നറിയുമ്പോൾ അതിൽ താമസിക്കുവാൻ ഭയമുള്ളതുപോലെ ഉറപ്പില്ലാത്ത, സുരക്ഷയില്ലാത്ത, ഈമാൻ ചോർന്നു പോകുന്ന വീടിന്റെ മനസ്സിന്റെ ഉടമകളാണ് വിശുദ്ധ ഖുർആനിന്റെ ഒന്നും മനപ്പാടമില്ലാത്തവരെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കണ്ട് ഒരൽപ്പസമയം ഖുർആനിന്റെ മുന്നിൽ ഹിഫ്ളാക്കാൻ വേണ്ടി ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ട സമയമാണ് റമദാൻ. റമദാനിൽ അതിന് സാധിച്ചിട്ടില്ല, പിന്നെ എപ്പോഴാ കഴിയുക? നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ റമദാനിനെ മുൻനിർത്തി. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസേ ഖുർആൻ ഇറങ്ങിയ മാസ. ആ ഖുർആനിനെ ഓതണം, പോരാ ഹിഫ്ളാക്കണം. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ സമയം കണ്ടെത്തി മനപ്പാടമാക്കുന്നവരുടെ മഹാ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പ്രവാചകന്റെ വചനം നമ്മുടെ മനസ്സിൽ മുഴങ്ങണം. അല്ലാഹ് പറയും, യുഖാലു ലിസാഹിബിൽ ഖുർആൻ. ഖുർആനിനെ ജീവിതത്തിന്റെ കൂട്ടുകാരായി കണ്ട, കൂട്ടുകാരന്റെ മുന്നിൽ സങ്കടം പറയുന്ന, സന്തോഷം പങ്കുവെക്കുന്ന, സമയം ചെലവഴിക്കുന്നതിൽ മടി കാണിക്കാത്ത അടുത്ത കൂട്ടുകാരനെ പോലെ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ആ സമയം പോകുന്നതറിയാതെ ഖുർആനുമായി സംവദിക്കുകയും ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുകയും ചെയ്യുന്ന, അങ്ങനെ ജീവിതത്തിൽ സമയം കണ്ടെത്തിയ മഹാഭാഗ്യവാന്മാരായ ആളുകളെ കുറിച്ച് പ്രവാചകൻ പറയും. അവരോടല്ല പറയുന്നൊരു കൽപ്പനയുണ്ട്, ഇർതഖി, നിനക്ക് കയറിപ്പോകാം കേട്ടോ, നിനക്ക് കയറിപ്പോകാം. എങ്ങോട്ട്? സ്വർഗത്തിന്റെ 100 ദറജകളുള്ള, 100 പദവികളുള്ള സ്വർഗത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക്. അവിടുത്തെ ആനന്ദങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാനും കാണാനും നുകരാനും വേണ്ടി ഒരു വിശ്വാസിയോട് കയറാൻ പറയുമ്പോ തുടർന്നുള്ള പറയും, വറത്തിൽ, നീ ഓതിക്കൊണ്ട് കയറിക്കോ. കമാ കുൻത തുറത്തിലു ഫി ദുനിയാ, ദുനിയാവിൽ വെച്ച് നീ എങ്ങനെയായിരുന്നോ ഖുർആൻ തർത്തീൽ ചെയ്തത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്, നിന്റെ മനസ്സിൽ ആ ഖുർആൻ പഠിച്ച് നീ മനസ്സിലേക്ക് ചേർത്ത് വെച്ച ആ ഖുർആൻ ഉണ്ടല്ലോ, ഹൃദിസ്ഥമാക്കുവാൻ പണിപ്പെട്ട, ഓർമ്മയൊന്നും നിലക്കാത്ത സമയത്താണ് വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് തിരിച്ചറിവ് കിട്ടിയത്. കാരണങ്ങളൊന്നും പറയാതെ, ജോലിയുടെ കാരണവും ജോലിയുടെ തിരക്കും കുടുംബത്തിന്റെ പ്രാരാബ്ധത്തിന്റെ കണക്കും പറയാതെ, ആ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് മുന്നിൽ വന്നിരിക്കാൻ, ഈ വെളിച്ചം തന്ന റബ്ബിനോടുള്ള ശുക്ർ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ, ജീവിതത്തിൽ സമയം കണ്ടെത്തി പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത റസൂലുള്ളാഹി പറയും, നമുക്കത് കിട്ടുമെന്ന്. ഓതി നിന്റെ മനസ്സിൽ എത്രയാണ് ഫഇന്ന മൻസിലതക, സ്വർഗത്തിൽ അല്ലാഹു നിനക്ക് നൽകുന്ന പദവി എന്താണെന്നറിയുമോ? ഇന്ദ ആഖിരി ആയത്തിൻ തഖറ,
എവിടെയാണോ നിന്റെ ആ മനപ്പാടമുള്ള ഖുർആൻ ഓതി നീ നിർത്തുന്നത്, അവിടം വരെ നിനക്ക് പോകാമെന്ന് പറയുമ്പോൾ എത്ര യാത്ര ചെയ്യാൻ കഴിയുമെന്ന് സ്വർഗത്തിലേക്ക് നമ്മളിങ്ങനെ ആലോചിക്കുക. റസൂലുള്ളാഹി പറയാ, പരലോകത്ത് നമ്മൾ എത്തുന്നൊരു രംഗം സത്യമാണ്. സ്വർഗം സത്യമാണ്, പരലോകം സത്യമാണ്. ആ പരലോകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ആരുണ്ടാകൂല കൂട്ടിന്. കൂടെ ഉണ്ടാകണമെന്ന് കരുതി ആരുണ്ടാകൂല, ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകൂല. ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരലോകത്ത് വെച്ച് കാണുന്ന രംഗം നമ്മളിങ്ങനെ മനസ്സിൽ എപ്പോഴും അറിയുന്ന ആയത്താണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. സ്വന്തം മാതാവിനെ കാണുമ്പോൾ പോലും അടുത്ത് ചെന്ന് ഉമ്മ എന്താണ് നിങ്ങളുടെ വർത്തമാനമെന്ന് ചോദിക്കാൻ മനസ്സ് വരാത്ത ഭയചകിതമായ ഒരു ദിവസത്തിലേക്ക് യാത്ര പോകാനുള്ള നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകൻ. ജീവിതത്തിൽ തിരക്ക് പറഞ്ഞ് മാറി നിൽക്കാതെ വിശുദ്ധ ഖുർആനുമായി അടുക്കാനും ഖുർആനുമായി സംസാരിക്കാനും ഖുർആനിന്റെ വർത്തമാനങ്ങൾ കേൾക്കാനും ആ വെളിച്ചം ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിക്കുവാനും സമയം കിട്ടിയ മനുഷ്യരെ, സമയം കണ്ടെത്തിയവരെ, നിങ്ങളെ കാത്തിരിക്കുന്ന വല്ലാത്തൊരു സൗഭാഗ്യമുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ വരും, എന്നിട്ട് ചോദിക്കും, ഹൽ തഅരിഫൂനി, നിനക്കെന്നെ പരിചയമുണ്ടോ? വിശുദ്ധ ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും, പരലോകത്ത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അതിങ്ങനെ വിശദീകരിക്കും. ഒരു രംഗം പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആരും നമ്മുടെ അടുത്തേക്ക് വരാൻ പോലും സന്നദ്ധമാകാത്ത നാളെയുടെ ലോകത്ത് നമുക്ക് ആശ്വാസ വർത്തമാനമായി ഒരു കൂട്ടായി ഒരു മനുഷ്യന്റെ രൂപത്തിൽ അള്ളാഹു പറഞ്ഞയക്കുന്നു ഖുർആനിനെ. അത് ചോദിക്കണം, നിനക്ക് എന്നെ പരിചയമുണ്ടോ? ഇല്ലല്ലോ. ഈ കോലത്തിൽ വന്നപ്പോൾ എനിക്ക് പരിചയമില്ലല്ലോ. ആരാണ്? അന സ്വാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് ദുനിയാവിൽ നീ കൂട്ടുകൂടിയിരുന്ന ഖുർആനാണ് ഞാൻ. തിരക്കുണ്ടായിരുന്നു നിനക്ക്, പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു നിനക്ക്, ഒരുപാട് ബിസിനസ്സും കച്ചവടവും ജോലിയും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പടാപ്പാടിനിടയിൽ സമയം കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരുന്ന ഖുർആനാണ് ഞാൻ. നിന്റെ ഒരുപാട് രാത്രിയിലെ ഉറക്കം ഈ ഖുർആൻ നഷ്ടപ്പെടുത്തിയല്ലോ. അത് കണ്ട് പലർക്കും പരിഹാസം തോന്നി. നിന്റെ ഒരുപാട് ദാഹം അനുഭവിപ്പിച്ച ഖുർആനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നമ്മുടെ കൂട്ടിനുണ്ടാവുക ഖുർആനാണ്. ആ നിലക്ക് ഖുർആനുമായി അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, റബ്ബേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോൻ എന്നെ നീ ഹിദായത്തിലാക്കണേ. അത് ചോദിക്കാത്തൊരു നമസ്കാരം നമുക്കില്ല, അത് ചോദിക്കാത്തൊരു ദുആ നമുക്കില്ല. ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. കേവലം ചോദ്യം മാത്രമാണോ അത്? അതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് പറയാ, തൊട്ടടുത്ത പേജിൽ ഉത്തരമുണ്ട്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ഇതിലാണ് ഹുദയുള്ളത്. ഈ ഗ്രന്ഥത്തിലാണ് ഹുദയുള്ളത്. ഇതിന്റെ കൂടെ ഒന്ന് വന്നിരിക്കൂ, ഇതിലുള്ള ആശയങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇമാം ഇങ്ങനെ പാരായണം ചെയ്ത് കടന്നു പോകുന്ന ആശയങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ടുപോകൂ, ചിന്തിക്കൂ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിന്റെ അനുയായികളെ, ഈ ഖുർആൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഖുർആനിന്റെ മുന്നിൽ ചിന്ത തുറക്കുന്നതിന് തടസ്സമായി എന്താ നിങ്ങൾക്കുള്ളത്? ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് ആ പൂട്ടും ചാവിയും കൊണ്ട് ആരെങ്കിലും കൊണ്ടുപോയിട്ട് തുറക്കാൻ കഴിയാതെ നിങ്ങൾക്ക് പോയതാണോ? അല്ലാഹ് നമ്മളോട് ചോദിക്കുക. എനിക്കും നിങ്ങൾക്കും ഖുർആനിന്റെ മുന്നിൽ മനസ്സ് തുറക്കാൻ സമയമില്ലാത്ത, ഖുർആൻ പറയാ സൂറത്തു ബഖറയിൽ 2 ദിവസം നമ്മൾ ഒരു പക്ഷെ കേട്ടിരിക്കും, സുമ്മ ഖസത്ത് ഖുലൂബുക്കും, നമുക്ക് മുമ്പ് വേദഗ്രന്ഥം കിട്ടിയ ഒരു സമൂഹത്തിന്റെ ചിത്രമല്ല അങ്ങനെ പറഞ്ഞു തരിക. ഹൃദയം കടുത്തുപോയി അവരുടേത്. മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ, കല്ലുപോലെ കടുത്തുപോയി. ഔ അശദ്ദു ഖസ്വാ, കരിങ്കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയത്തിന്റെ ഉടമകൾ. എന്താ ഓലൊക്കെ അങ്ങനെ ചെയ്യുന്നത്? എന്താ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ഇവർക്ക് ഇതിന് മനസ്സ് വന്നു? കൂടെ പഠിക്കുന്ന കുട്ടിയെ 2 ദിവസം പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നതിലേക്ക് നമ്മുടെ മക്കൾ എങ്ങനെ മാറി? സ്വന്തം സഹപാഠിയെ, സ്വന്തം ബെഞ്ചിലിരിക്കുന്ന കൂട്ടുകാരനെ, ഒരുമിച്ച് പഠിച്ചവനെ ഇടിച്ച് തലയോട്ടി തകർത്ത് അവന്റെ മരണത്തിൽ ആസ്വാദനം കണ്ടെത്തുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ എങ്ങനെ മാറി? ഖുർആൻ പറയാ, കല്ലിനേക്കാൾ കടുത്തുപോയ ഹൃദയത്തിന്റെ ഉടമകൾ വേദഗ്രന്ഥത്തിന്റെ അനുയായികളിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നറിയോ?
മനുഷ്യൻ എന്താണെന്ന് മറന്നുപോയി. മനുഷ്യൻ എന്നത് ശരീരം മാത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള കൽബിനെ, റൂഹിനെ, ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി. ശരീരത്തിന് വേദന വരുമ്പോൾ പരിഹാരം തോന്നുന്നു കൊടുക്കുന്നുണ്ട്. കാലനങ്ങാൻ വയ്യാത്തപ്പോ ഉപ്പാക്ക് ബേജാറ്. മുഖത്ത് കളർ മാറ്റം മകനുണ്ടായപ്പോ ഉപ്പാക്ക് ബേജാറ്. അവന്റെ ഹൃദയത്തിന് കളർ മാറ്റം ഉണ്ടായപ്പോ തിരിച്ചറിയാൻ കഴിയാതെ പോയ മാതാപിതാക്കളുടെ അശ്രദ്ധയുടെ, അവഗണനയുടെ ദുരന്തമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അവന്റെ ആത്മാവിനെ കുറിച്ച് ചർച്ചയില്ല. ആത്മാവിന്റെ കറുപ്പ് നിറം മാറ്റം മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം എന്ത് എന്ന് ആലോചിക്കാൻ കഴിയുന്നില്ല. അല്ല പറയാ, പ്രവാചകരെ, താങ്കൾക്ക് നാം ഇറക്കി തന്ന ഈ ഗ്രന്ഥം എന്താണെന്നറിയുമോ? റൂഹം മിൻ അംരിനാ. നിന്റെ ഹൃദയത്തിന് ജീവൻ നൽകുന്ന ജീവനാണ് ഈ ഖുർആനിലൂടെ ഇറക്കി തന്നത്. മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ. ഈ ഗ്രന്ഥം കിട്ടുന്നതിന് മുമ്പ് ഈമാൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു. ഈമാൻ എന്താണെന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം, ഹൃദയത്തിന് ജീവൻ നൽകുന്ന ഗ്രന്ഥം, ആത്മാവിന് ജീവൻ നൽകുന്ന ഗ്രന്ഥം, ആത്മാവിനെ മറന്നുപോയി. മക്കളുടെ ആത്മാവിന് പരിപോഷണം നൽകുന്ന, ജീവൻ നൽകുന്ന, അതിന് കൊടുക്കേണ്ട മരുന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി. ശരീരത്തിന് രോഗമുണ്ടാകുമ്പോൾ ചികിത്സിക്കുന്നുണ്ട്. മനസ്സിന്റെ രോഗം മറന്നുപോയ രക്ഷിതാക്കൾ. ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്, വരണം, സിയാറ ഉണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്. വിളിച്ചാൽ ആദ്യം കാരണം പറയുന്നത് മാതാപിതാക്കളാ. ഓൻ കുറെ പഠിക്കാനുണ്ട്, ഓൻ തിരക്കാണ്. അവന്റെ ഹൃദയത്തിന് കിട്ടേണ്ട മരുന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റാതെ പോയതിന്റെ ദുരന്തം അനുഭവിക്കാൻ നമ്മൾ എന്താ പറഞ്ഞില്ല. നബിയെ, ഈ ഗ്രന്ഥം ഇറങ്ങിയത് മക്കത്താണ്, മദീനത്താണ്. പക്ഷേ ആ ഗ്രന്ഥത്തെ നാം ഇറക്കി തന്നത് എവിടേക്കാണെന്നറിയുമോ? അലാ ഖൽബിക. താങ്കളുടെ ഹൃദയത്തിലേക്കാണ് ഇതിനിറക്കി തന്നത്. ഹൃദയമാണ് ചലിപ്പിക്കുന്നത്, ഹൃദയമാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. ഹൃദയം നന്നായാലാണ് ഒരു മനുഷ്യൻ നന്നാവുക. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ ചലനമുണ്ടാക്കേണ്ട ഒരു ഗ്രന്ഥം ഇറക്കി തന്നിട്ട് നാവ് മാത്രം അറിയുന്ന ഗ്രന്ഥമായി മാറിയോ എന്ന് അല്ല പറയാ. വമിൻഹും, അവരുടെ ഹൃദയം കടുത്തു പോകാനുള്ള കാരണം അറിയണ്ടേ? വമിൻഹും ഉമ്മിയൂൻ. വേദഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ അവരുടെ അറിവിന് നിങ്ങൾ മാർക്കിട്ടാൽ അവർക്കൊരു മാർക്കും ലഭിക്കൂല, അവർ നിരക്ഷരരാണ്. ഖുർആൻ പറയാ. കാരണം അതാണ്. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് ചില ധാരണകൾ മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിലുള്ളത് എന്ന് ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മുടെ മുമ്പ് വേദഗ്രന്ഥം കിട്ടി. ഈ വേദഗ്രന്ഥം കൊണ്ട് യാതൊരു ഗുണവും ലഭിക്കാതെ പോയ സമൂഹത്തിന്റെ ഉദാഹരണം പറഞ്ഞു തന്നിട്ട് സൂറത്തുൽ ബഖറയിൽ 112 അധ്യായങ്ങളിലൂടെ ഖുർആനിന്റെ കൽപ്പനകൾ ഇങ്ങനെ അല്ല പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞില്ല, ഇവരെ പോലെ നിങ്ങളാകരുത് കേട്ടോന്ന്. അവസാനത്തേക്ക് വരുമ്പോൾ വീണ്ടും അല്ല പറയാ, മസലുല്ലദീന ഹമ്മിലുത് തൗറാത്ത്. അവസാന ഭാഗത്തെത്തുമ്പോൾ വീണ്ടും അല്ല പറയുന്നുണ്ട്, ദാ നിങ്ങൾക്ക് മുമ്പ് തൗറാത്ത് എന്ന റബ്ബിന്റെ ഗ്രന്ഥം നൽകിയ സമൂഹത്തെ പോലെ നിങ്ങളാകരുത്. അവർക്കെന്ത് സംഭവിച്ചു? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഇത് കേവലം ഒരു ഭാരം മാത്രമായി തോന്നി. ഏതുപോലെ? ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെപ്പോലെ. കഴുതയുടെ പുറത്തുള്ളത് എന്താണെന്ന്, അതിൻ്റെ ഉള്ളിൽ അകക്കാമ്പ് എന്താണെന്ന് അറിയാത്തൊരു കഴുതയെപ്പോലെ അതിന്റെ പുറത്തുള്ള ആ ഗ്രന്ഥത്തിന്റെ ഉൾക്കാമ്പും സാരവും വെളിച്ചവും തിരിച്ചറിയാൻ പറ്റാത്ത കഴുതകളെപ്പോലെ അധപ്പതിച്ചു പോയ ഒരു ഉമ്മത്തിന്റെ ചിത്രം അല്ലാഹു ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആകരുത്. ഇന്നല്ലദീന, വിശ്വാസികളെ, അതുകൊണ്ട് ആരാണോ ജീവിതത്തിൽ സമയം കണ്ടെത്തുന്നത് യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് ഇങ്ങനെ തിലാവത്ത് ചെയ്യാൻ, ഖിറാഅത്തല്ല തിലാവത്ത്, റസൂലുള്ളാഹി അങ്ങനെ ഓതിയത്. വഇദാ മർറ ബിആയത്തിൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ വചനങ്ങൾ ഓതുന്നത് നിങ്ങൾ അറിയണേ. ഒരായത്തിലൂടെ റസൂലുള്ളാഹി ഇങ്ങനെ കടന്നു പോവുക. ദുഖിറ ഫീഹൽ ജന്ന, ആ ആയത്തിൽ അള്ളാഹിന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഓത്ത് ഇങ്ങനെ നിൽക്കുക. അള്ളാഹുവേ, ഈ സ്വർഗം എനിക്ക് തരണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ ആയത്തിനോട് ഇങ്ങനെ വർത്താൻ പറയാ, ആയത്തുകളോട് ഇങ്ങനെ പ്രതികരിക്കുക. എന്നിട്ടാണ് പ്രവാചകൻ അടുത്ത ആയത്തിലേക്ക് കടന്നു പോകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതുന്നു. ആ ആയത്തിൽ ദുഖിറ ഫീഹൻ നാർ, നരകത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ആ ആയത്തിൽ പ്രവാചകൻ കേൾക്കുന്നതെങ്കിൽ പ്രവാചകന്റെ ഓത്ത് അവിടെ നിന്നു പോകുന്നു.
നരകത്തെക്കുറിച്ചുള്ള ചിന്തകൾ പ്രവാചകന്റെ മനസ്സിലേക്ക് വരുന്നു. റബ്ബേ, ഈ കത്തിയാൽ നരകത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ആയത്ത് വിട്ട് കടക്കുന്നത് എന്ന്. വഇദാ മർറ ബിആയത്തിൻ, റസൂലുള്ളാഹി ഇങ്ങനെ ഖുർആൻ ഓതുന്ന രംഗം സഹാബത്ത് നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. നമ്മുടെ പ്രവാചകൻ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആനിന്റെ അനുയായികളാകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വേദഗ്രന്ഥം ഇറക്കപ്പെട്ട പ്രവാചകൻ ആ വേദഗ്രന്ഥത്തോടെ എങ്ങനെയാണ് സമീപിച്ചത്. വഇദാ മർറ ബിആയത്തിൻ, ഒരായത്തിലൂടെ എങ്ങനെ കടന്നു പോകുമ്പോൾ ദുഖിറ ഫീഹ റഹ്മ, പടച്ച റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്താണെങ്കിൽ റസൂലുള്ളാഹി അങ്ങനെ ഓത്തു നിർത്തുക, പടച്ചോനെ നിന്റെ റഹ്മത്ത് കിട്ടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടാണ് പ്രവാചകൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സ് നിറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മാത്രമാണ്. നമ്മളിങ്ങനെ പറയല്ലോ, മനസ്സ് നിറഞ്ഞു. പല കാഴ്ചകളും കാണുമ്പോൾ, വിചാരിച്ച ചില കാര്യങ്ങൾ വിചാരിച്ചതിനപ്പുറം പൂർത്തിയാക്കാൻ കഴിയുമ്പോൾ, സന്തോഷത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു എന്ന അനുഭവം സഹാബത്ത് പറയാ, ഞങ്ങളുടെ മനസ്സ് നിറയാറുണ്ടായിരുന്നത് വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. ഞങ്ങളുടെ കണ്ണ് നിറയാറുണ്ടായിരുന്നത് ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. സൂറത്തു തൂർ, ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, കാരിരുമ്പിനേക്കാൾ കടുത്ത മനസ്സിന്റെ ഉടമ. ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് ഉമറിന്റെ മനസ്സിനെ കുറിച്ച്. ഞാൻ ഓതുക, ഇന്ന അദാബ റബ്ബിക ലവാഖിയ മാ ലഹു മിൻ ദാഫിയ യൗമ തമൂറുസ് സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറാ. ഇന്ന അദാബ റബ്ബിക ലവാഖിയ. ഉമറേ, നിനക്ക് എത്ര പവർ ഉണ്ടെങ്കിലും, എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര സാമ്രാജ്യത്തിന്റെ ഉടമയാണെങ്കിലും അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷ അത് വരിക തന്നെ ചെയ്യും ഉമറേ. സ്വന്തത്തോട് ഇങ്ങനെ ചേർത്തി വെച്ച് ഇങ്ങനെ വായിക്കുകയാണ്. മാലഹു മിൻ ദാഫിയ, അത് വന്നു കഴിഞ്ഞാൽ തടുക്കാനുള്ള കരുത്തുള്ള ആരുല്ലട്ടോ ഉമറേ. പിന്നെ ഇങ്ങനെ ചരിത്രത്തിൽ വായിക്കുകയാണ്, അവിടെ നിന്നുപോയി ഉമറിന്റെ ഓത്ത്, അവിടെ നിന്നുപോയി. മരില ഉമർ രോഗിയായി. ഈ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് പറഞ്ഞു, നമ്മുടെ മുൻഗാമികൾ തദബ്ബുർ, വിശുദ്ധ ഖുർആനിന്റെ തദബ്ബുറിന് കണ്ടെത്തിയിരുന്ന സമയമായിരുന്നു റമദാൻ. ആഴത്തിലുള്ള ആലോചന. ആയത്തിൽ ഇങ്ങനെ നിന്നുപോയി. ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. ഉമറിന് എന്തോ വലിയ അസുഖം പിടിപെട്ടു. ഉമർ ഖത്താബ് പറയാ, പക്ഷെ ഉമറിനറിയാം അതിന്റെ കാരണം എന്താണെന്ന്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവാണ്. ഒരാവശ്യത്തിന് വേണ്ടി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നതാണ്. വരുമ്പോൾ ഉമ്മ ഈ സൂറത്തു തൂറിന്റെ അവസാനം ഇങ്ങനെ ഓതുക, ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഉമ്മയുടെ ഓത്ത് തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പുറത്തു നിന്നു, വാതിലിന് മുട്ടാതെ ഓത്ത് തീരട്ടെ എന്ന് വിചാരിച്ചു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. സ്വർഗവാസികൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷം ഇങ്ങനെ കാണുകയാണ്. സ്വർഗത്തിലെത്തുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകൾ, സ്വർഗത്തിലെത്തിയ സന്തോഷം. റബ്ബേ ഫമന്നല്ലാ, ഇത് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ഔദാര്യമാണ്, ഓശാരമാണ്. ഞങ്ങളെ പവർ കൊണ്ട് എത്തിയതല്ല, പടച്ചോന്റെ കൃപ കൊണ്ട് ഞങ്ങൾ എത്തിയതാണ്. വവഖാന, അള്ളാഹുവാണ് ഞങ്ങളെ രോമകൂപം തുളച്ചു കയറുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ള സ്വർഗവാസികൾ പറയുന്ന ആയത്ത് ഇങ്ങനെ എത്തിയപ്പോൾ ഉമ്മയുടെ ഓത്ത് അവിടെ നിന്നു. ഞാൻ പറയാം, ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചോതുക. കുറെ ഞാൻ കാത്തു നിന്നു. ഓത്ത് തീരാത്തത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങാടിയിൽ പോയി ചെയ്യേണ്ട ഒരാവശ്യം ഓർമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി ഞാൻ അങ്ങാടിയിൽ ചെന്നു. എൻ്റെ ആവശ്യം നിർവഹിച്ചു വീണ്ടും തിരിച്ചു വന്നപ്പോഴും ഉമ്മയുടെ റൂമിൽ നിന്നും ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം. അതിങ്ങനെ പറഞ്ഞ് വിതുമ്പാണ് ഉമ്മ. നമ്മിങ്ങനെ പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മപദങ്ങളെ, നമ്മുടെ കച്ചവടത്തെ, നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ, നിയന്ത്രിക്കേണ്ടതിൻ്റെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ചരിത്രം വായിക്കുകയാണ്.
യാ അയ്യുഹല്ലദീന ആമനൂ. ഖുർആന്റെ ഒരു ആയത്ത് ഇങ്ങനെ അറിഞ്ഞ, ഹേ മുഅ്മിനുകളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ബഹുമാനവും ആദരവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. സംസാരത്തിന്റെ ശബ്ദ നിയന്ത്രണത്തിൽ പോലും പ്രവാചകന്റെ മുന്നിൽ അതവില്ലാതെ നിങ്ങൾ സംസാരിക്കരുത്, ശബ്ദമുയർത്തരുത് എന്ന ആയത്തിറങ്ങിയപ്പോ പ്രവാചകന്റെ സവിധത്തിലേക്ക് വരാതെ വലിയ ശബ്ദത്തിന്റെ ഉടമയായിരുന്ന സാബിത്ത് ഇബ്നു ഖൈസ് പ്രവാചകന്റെ അടുക്കലേക്ക് വരാതെ മാറി നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ ഒരായത്തിങ്ങനെ സ്വന്തം ശബ്ദത്തിന്റെ നിയന്ത്രണത്തിൽ പോലും ഒരായത്ത് സ്വാധീനിച്ചതിന്റെ ചിത്രം നമുക്കിങ്ങനെ പറഞ്ഞു. സ്വഹാബത്തിനെ അങ്ങനെ ആയിരുന്നു. ഏതെങ്കിലും ഒരായത്ത് നമ്മളെ, നമ്മുടെ കല്യാണത്തെ, നമ്മുടെ കച്ചവടത്തെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ പിണക്കത്തെ ഏതെങ്കിലും ഒരായത്ത് ഇങ്ങനെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കേണ്ട സമയമാണ് വിശുദ്ധ റമദാൻ. അതാണ് പറഞ്ഞത്, തദബ്ബുറൻ വഫഹ്മൻ, ഖുർആൻ മനസ്സിലാക്കാനും ചിന്തിക്കാനും അവർ കണ്ടെത്തിയിരുന്ന സമയമായിരുന്നു റമദാൻ. 6 ദിവസം അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളോട് ആലോചിക്കാനുള്ള ഏറ്റവും ഗൗരവമുള്ള വിഷയം, വഖാല റസൂൽ, അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റബ്ബിൻ്റെ മുന്നിൽ പറയുന്നൊരു വർത്തമാനം നമ്മൾ ആലോചിക്കണേ. യാ റബ്ബി, സൂറത്ത് ഫുർഖാനിൽ അല്ലാഹ് പറയാ, യാ റബ്ബി, പടച്ചോനെ, എൻ്റെ ഉമ്മത്ത്, സ്വർഗത്തിലേക്ക് പോകേണ്ടവർ, വെളിച്ചം ഞാൻ കാണിച്ചു കൊടുത്തവർ, സ്വർഗത്തിലേക്കുള്ള എന്തൊക്കെ പഠിപ്പിക്കാനുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ പേരിൽ അനുഭവിച്ച യാതനകളും വേദനകളും കണക്കില്ലാത്തതാണ്. പക്ഷേ എൻ്റെ ഉമ്മത്ത് പലരും സ്വർഗത്തിലേക്ക് വരുന്നില്ല, എത്തുന്നില്ല. എന്താ കാരണം? റസൂലുള്ള കാരണം പറയുന്നത് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരിക, ഒരേ ഒരു കാരണം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ കൗമേ ഈ ഖുർആനിനെ കൈയൊഴിഞ്ഞു, അവഗണിച്ചു. എന്താ ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓതാൻ അവർക്ക് സമയമല്ല, മനപ്പാടമാക്കുന്നത് അവരുടെ അജണ്ടയിലില്ല, അതൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന്. ഖുർആൻ ഒരായത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് അതിൻ്റെ ആശയമെന്ന് അന്വേഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഖുർആനിന്റെ മുമ്പിൽ ആഴത്തിൽ ചിന്തിച്ചിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഖുർആനിന്റെ വെളിച്ചം എത്താത്തവർക്ക് പകർന്നു കൊടുക്കാൻ അവർക്ക് നേരമില്ല. ആ ഹജറിന്റെ അർത്ഥം പറയാ, ഈ 5 അർത്ഥമാണ് നമ്മളിൽ പൊതുവാണ്. പ്രവാചകൻ റബ്ബിനോട് പറയാ, കാരണം സ്വർഗം ഇങ്ങനെ തുറന്നു വെച്ച് സ്വർഗത്തിലേക്ക് വരൂ എന്ന് നമ്മളെ മാടി വിളിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെടുന്ന ആളുകളുടെ കാരണം റസൂലുള്ളയുടെ നാവിലൂടെ അള്ളാഹു നമുക്കിങ്ങനെ ഓതി പറഞ്ഞു തരുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ, കുറവുകൾ നികത്താൻ, പരിഹരിക്കാൻ, ആ കുറവ് പരിഹരിച്ചുകൊണ്ട് വിശുദ്ധ റമദാനിൽ നിന്നും ഊർജവും ഈമാനും സ്വർഗത്തിൻ്റെ വഴിയും നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റമദാനിൻ്റെ ഒരു മർമ്മം നമ്മളെ പഠിപ്പിച്ചിരാണ്. അള്ളാഹു പഠിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ വഴിയിൽ നമ്മെ കൈപിടിച്ചിരുന്ന ഒരുപാട് ആളുകൾ, ആദ്യാക്ഷരം കുറിച്ചു തന്ന ഒരുപാട് ഗുരുനാഥന്മാർ, അതിനുവേണ്ടി നമ്മളെ കൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു അവരുടെ ബർസഖിയ ജീവിതം ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങളെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും കുടുംബത്തെയും നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള വിളി, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, റമദാനിൻ്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട് കത്തിയാൾ നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, ഫലസ്തീനിലെ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് സഹായവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت